ഡോപ്പമൈൻ എന്ന വേർഡ് എവിടെയെങ്കിലുമൊക്കെയായി ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ വാർത്തയിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. എന്താണ് ഈ ഡോപ്പമൈൻ? ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണിത്. നമ്മുടെ മൂഡ് നല്ലതാക്കി വെക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ ഹോർമോൺ സെക്രിയേറ്റ് ചെയ്യപ്പെടുകയും നമ്മൾ ചെയ്യുന്ന കാര്യം കണ്ടിന്യൂ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. സ്ട്രെസ്ഫുള്ളായ സിറ്റുവേഷൻസിൽ നമ്മളെ മോട്ടിവേറ്റ് ആക്കുന്നതിന് ഡോപ്പമൈൻ സഹായിക്കാറുണ്ട്. അതേസമയം ചില കാര്യങ്ങളിൽ അഡിക്ഷൻ വരുത്തുവാനും ഈ ഡോപ്പമൈൻ കാരണമായേക്കാം. നമ്മളിലുണ്ടാകുന്ന ഡോപ്പമൈൻ ഒരു പരിധിവരെ നമുക്ക് ഗുണകരമാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. സോ ഇടയ്ക്കൊരു ദിവസമെങ്കിലും ഈ ഡോപ്പമൈൻ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് വളരെ ആരോഗ്യകരമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഡോപ്പമൈൻ ഡിറ്റോക്സ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് വളരെ ഗുണകരമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡോപ്പമൈൻ ഡിറ്റോക്സിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. അതായത് നമ്മളിലെ ഹോർമോൺ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുന്നതിനെക്കുറിച്ച്. ഡോപ്പമൈൻ ഡിറ്റോക്സിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളും വിശദീകരിക്കാം. അവയെ തന്നെ നമുക്ക് 4 തരംതിരിക്കാം. 1 പൂർണ്ണമായും ഒഴിവാക്കേണ്ടത്, 2 ഭാഗികമായി ഒഴിവാക്കേണ്ടത്, 3 ഒഴിവാക്കിയാൽ നല്ലത്, 4 ഒഴിവാക്കാനേ പാടില്ലാത്തത്. സോ ഡോപ്പമൈൻ ഡിറ്റോക്സിൽ പ്രധാനമായി വരുന്നതാണ് സോഷ്യൽ മീഡിയ. ഇന്നത്തെ നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രധാന പങ്കുവഹിക്കുന്നതിൽ ഒന്ന് സോഷ്യൽ മീഡിയയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ എപ്പോഴെല്ലാം സമയം കിട്ടുന്നോ അപ്പോഴെല്ലാം ഫോൺ യൂസ് ചെയ്യാറുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക്, അങ്ങനെ നിരവധി പ്ലാറ്റ്ഫോംസ്. പല ചെറുപ്പക്കാരും അവരുടെ ദിവസത്തിലെ ഭൂരിഭാഗം സമയവും ചിലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അതിന് പ്രേരിപ്പിക്കാനായി ഒരു അൽഗോരിതം തന്നെ ഈ കമ്പനികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കെന്താണോ ഇഷ്ടം അതിനെ സംബന്ധിച്ച വിഷയങ്ങൾ തുടർച്ചയായി ഈ പ്ലാറ്റ്ഫോമുകളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ ആപ്പുകൾ ഓപ്പൺ ചെയ്യുമ്പോഴേ നമ്മുടെ ബുദ്ധിയെ കീഴ്പ്പെടുത്താനുള്ള ഇത്തരം വിഷയങ്ങൾ റെഡിയായിരിക്കും. സോ ഇതിനെ നമുക്ക് ആദ്യത്തെ കാറ്റഗറിയിൽ വയ്ക്കാം, അതായത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് എന്ന കാറ്റഗറി. ഈ ലിസ്റ്റിൽ അടുത്തതായി വരുന്നത് ഗെയിമിംഗ് ആണ്. ഈ ലോകത്ത് ഇപ്പോൾ ഗെയിമിംഗ് ഒരു വൻകിട ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആകും മുമ്പേ ഈ ഗെയിമിംഗ് ഉണ്ടായിരുന്നതാണ്. ഇതിൽ ആകർഷിതരായ ആളുകളുടെ സെപ്പറേറ്റ് കമ്മ്യൂണിറ്റീസ് വരെ നമുക്ക് കാണാവുന്നതാണ്. 1998 നടത്തിയ ഒരു പഠനത്തിൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ വീഡിയോ ഗെയിം കളിക്കുമ്പോൾ മറ്റുള്ള കളികളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ 100 മടങ്ങ് ഡോപ്പമൈൻ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇതിനെയും നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട കാറ്റഗറി, അതായത് കാറ്റഗറി 1 ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തതായി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഡ്രിങ്കിങ് വാട്ടറാണ്. വെള്ളം കുടിക്കുമ്പോഴും ചെറിയ അളവിൽ ഡോപ്പമൈൻ സെക്രേറ്റ് ആകുന്നുണ്ട്. എന്നാൽ ആരോഗ്യകരമായ കാരണങ്ങളാൽ വെള്ളം കുടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനാകില്ല. 24 മണിക്കൂർ നേരം വെള്ളം കുടിക്കാതിരുന്നാൽ പല പ്രശ്നങ്ങളും ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ 4ാമത്തെ കാറ്റഗറി, അതായത് ഒഴിവാക്കാനേ പാടില്ലാത്ത ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. അടുത്തതായി ഈറ്റിംഗ് ജങ്ക് ഫുഡ്സ്. ജങ്ക് ഫുഡ്സ് എന്നാൽ ഉദ്ദേശിച്ചത് എണ്ണയിൽ വറുത്തത് മാത്രമല്ല, സോഫ്റ്റ് ഡ്രിങ്ക്സ്, മധുരപലഹാരങ്ങൾ ഇവയെല്ലാം ചേർന്നതാണ്. ഇവയെല്ലാം കഴിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡോപ്പമൈൻ ഈ ടൈപ്പ് ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കാനുള്ള പ്രേരണ നൽകുന്നു. അത് ആരോഗ്യകരമോ അല്ലയോ എന്ന് ചിന്തിക്കാൻ പോലും നിൽക്കാതെ രുചിയിൽ മതിമറന്ന് കൂടുതൽ ഭക്ഷണം അകത്താക്കുന്നു. ഇതിനെയും നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കേണ്ട കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ജീവിത വിജയം എന്ന് പറയുന്നത് കേവലം നല്ല ജോലി സമ്പാദിക്കുക എന്നതാണോ? നല്ല വീട്, നല്ല കാറ് വാങ്ങുക, ഇതെല്ലാം മാത്രമാണോ ഈ ജീവിത വിജയം? വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിനോടൊപ്പം സന്തോഷവും മനസമാധാനവും എല്ലാം അടങ്ങിയിട്ടുണ്ടായിരിക്കണ്ടേ? ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാം വർദ്ധിച്ചാലും സന്തോഷം കൂടുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു അവസരത്തിലാണ് ജീവിതത്തിൽ ശരിക്കും വിജയിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കുണ്ട്. അതാണ് 100 Things Successful People Do. ഈ ബുക്കിന്റെ മലയാളം ഓഡിയോ ബുക്ക് കുക്കു FM-ൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു പുസ്തകം നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും അതിനോടൊപ്പം ഒരു ഓഫർ പരിചയപ്പെടുത്തുന്നതും. അതാണ് കുക്കു FM-ന്റെ 50% 1 month സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട്. അതായത് നിങ്ങളിപ്പോൾ കുക്കു FM-ന്റെ ഒരു 1 month സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ വെറും 49 റുപ്പീസിന് കുക്കു FM-നകത്തുള്ള 10,000 ഓഡിയോ ബുക്സിന്റെ ആക്സസ് ഒരു മാസത്തേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കും ഡീറ്റെയിൽസും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. കുക്കു FM ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തിരിച്ച് വീഡിയോയിലേക്ക് വരിക. അടുത്ത പോയിന്റ് സോഷ്യലൈസിങ്. പ്രിയമുള്ളവരോട് സംസാരിക്കുന്നതും അടുത്തിടപഴകുന്നതും നമുക്ക് ആവശ്യമായ അളവിൽ ഡോപ്പമൈൻ ഉണ്ടാക്കുന്നുണ്ട്.
ആരെയും നേരിട്ട് കാണാതെ തന്നെ സംസാരിക്കാൻ കഴിയുന്ന മൊബൈൽ ഫോണുകളുള്ള ഈ അഡ്വാൻസ് കാലത്ത് നിങ്ങൾ ഡോപ്പമൈൻ ഡിറ്റോക്സിൽ ഇരുന്നാലും പ്രിയമുള്ളവരുമായി സംസാരിക്കാനായി സമയം കണ്ടെത്തുക തന്നെ വേണം. അതുകൊണ്ട് ഈ കാര്യത്തെ നമുക്ക് ടൈപ്പ് ബി അഥവാ ഭാഗികമായി ഒഴിവാക്കേണ്ടത് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. അടുത്ത ടോപ്പിക്കാണ് സ്മോക്കിംഗ്. സിഗരറ്റ്, കഞ്ചാവ്, ബീഡി എന്നിവ. ഈ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ഉയർന്ന അളവിൽ ഡോപ്പമൈൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് പുക വലിക്കാത്തവരെ അപേക്ഷിച്ച് പുക വലിക്കുന്നവരിൽ 15 മുതൽ 20% വരെ അധികം ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. സ്മോക്കിംഗ് എപ്പോഴും എവിടെ വെച്ചും ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് കൂടുതൽ ആളുകൾക്കും ഇത് വളരെ എളുപ്പവുമാണ്. നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്കിതിനെ കാറ്റഗറി എ അഥവാ പൂർണ്ണമായും ഒഴിവാക്കേണ്ട കാറ്റഗറിയിൽ വയ്ക്കാവുന്നതാണ്. അടുത്ത ടോപ്പിക് വർക്കിംഗ് ഔട്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ എക്സർസൈസ് ചെയ്യുക എന്നത് ഏറ്റവും നല്ലൊരു ഹാബിറ്റാണ്. എക്സർസൈസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡോപ്പമൈൻസിനേക്കാൾ എക്സർസൈസ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ കൂടുതലായതുകൊണ്ട് ഡോപ്പമൈൻ ഡിറ്റോക്സ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് എക്സർസൈസ് ഒഴിവാക്കേണ്ടതില്ല. പക്ഷേ എക്സർസൈസ് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുന്നതോ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതോ ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ വലിയ തോതിൽ ഡോപ്പമൈൻ സെക്രിയേറ്റ് ചെയ്യാൻ അത് കാരണമാകും. സോ ഇതിനെയും നമ്മൾ ബി കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് ഈറ്റിംഗ് ഹെൽത്തി ഫുഡ്സ്. ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യകരമായ ഭക്ഷണം വളരെ അത്യാവശ്യമാണ്. സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഇടയ്ക്കൊരു ദിവസത്തേക്ക് ഒരു മാറ്റം കൊണ്ടുവരുന്നത് നല്ലതാണ്. ഡോപ്പമൈൻ ഡിറ്റോക്സിൽ ഇരിക്കുമ്പോൾ ആ ദിവസം ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യാം. 3 നേരം കഴിക്കുന്നതിന് പകരം 1 നേരം കഴിക്കാം. അതുകൊണ്ട് ഇതിനെ കാറ്റഗറി ബിയിൽ ഉൾപ്പെടുത്താം. ഈ ലിസ്റ്റിൽ അടുത്തത് വാച്ചിങ് ഷോസ്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലെ OTT പ്ലാറ്റ്ഫോമിലുള്ള സിനിമകൾ, സീരീസുകൾ നമുക്ക് ഒരേ സമയം ക്യൂരിയോസിറ്റിയും എൻജോയ്മെൻറ്റും സമ്മാനിക്കുന്നുണ്ട്. അതുവഴി നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ സെക്രീറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായി അധിക നേരം ഈ ഷോസ് കണ്ടുകൊണ്ടിരിക്കാനുള്ള പ്രവണത ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഈ ടോപ്പിക്കിനെ നമുക്ക് കാറ്റഗറി എ അഥവാ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ലിസ്റ്റിൽ പെടുത്താം. അടുത്തത് ഡ്രിങ്കിങ് ആൽക്കഹോൾ. മദ്യപാനവും പുകയിലയുടെ ഉപയോഗവും അധികമായ തോതിൽ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇടയാക്കും. ഡോപ്പമൈൻ ഡിറ്റോക്സ് പ്രക്രിയയിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് മദ്യപാനം. അതുകൊണ്ട് തന്നെ ഇതിനെ എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അടുത്തത് റീഡിംഗ് ഫിക്ഷൻസ്. ഫിക്ഷൻ ടൈപ്പ് കഥകളും ത്രില്ലറുകളുമെല്ലാം നമ്മളെ കൂടുതൽ എക്സൈറ്റഡ് ആക്കാറുണ്ട്. ഇതുവഴി നല്ലൊരു അളവിൽ ഡോപ്പമൈനും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ബി കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അടുത്തത് റീഡിംഗ് നോൺ ഫിക്ഷൻസ്. ഫിക്ഷൻ ബുക്കുകളെ അപേക്ഷിച്ച് നോൺ ഫിക്ഷൻ ബുക്ക് വായിക്കുന്നവരിൽ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിൻ്റെ തോത് കുറവാണ്. ചില ആളുകൾ ഫിക്ഷനേക്കാൾ നോൺ ഫിക്ഷൻ ടൈപ്പ് ബുക്സ് വായിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇതിൽ തന്നെ ഹാർഡ് കോപ്പി ബുക്ക് വായിക്കുന്നവർക്ക് ഓൺലൈൻ വായിക്കുന്നവരെക്കാൾ കുറഞ്ഞ തോതിലാണ് ഡോപ്പമൈൻ ഉണ്ടാകുന്നത്. കാരണം ഓൺലൈനിൽ വായിക്കുമ്പോൾ അതേ പേജിൽ നിരവധി ഓപ്ഷൻസ് വരാറുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയ ആർട്ടിക്കിൾസ്, സ്റ്റോറീസ് തുടങ്ങിയവ. അതെല്ലാം ഡോപ്പമൈൻ ഇൻക്രീസ് ചെയ്യാൻ കാരണമായേക്കാം. അതുകൊണ്ട് പേപ്പർ ബാക്ക് ബുക്കുകൾ വായിക്കുന്നതാണ് നല്ലത്. അടുത്തത് ലിസണിംഗ് ടു മ്യൂസിക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉയർന്ന തോതിൽ ഡോപ്പമൈൻ റിലീസ് നടക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായി പാട്ട് കേൾക്കുന്നയാളാണെങ്കിൽ ഡോപ്പമൈൻ ഡിറ്റോക്സ് ചെയ്യുന്ന സമയം പാട്ട് കേൾക്കുന്നത് ഒഴിവാക്കുക. അതല്ല, വല്ലപ്പോഴും മാത്രം പാട്ട് കേൾക്കുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ ഡോപ്പമൈൻ ഡിറ്റോക്സ് ചെയ്യുന്ന സമയം ഇടയ്ക്കൊക്കെ ഒരു പാട്ട് കേൾക്കുന്നത് ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെയും നമുക്ക് കാറ്റഗറി സിയിൽ ഉൾപ്പെടുത്താം. അടുത്തത് ഡ്രിങ്കിങ് കോഫി. കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ നമ്മളിലെ ഡോപ്പമൈൻ തോത് വർദ്ധിപ്പിക്കാൻ കാരണമായേക്കും. സ്ഥിരമായി കോഫി കുടിക്കുന്നയാളാണെങ്കിൽ ഡോപ്പമൈൻ ഡിറ്റോക്സ് ചെയ്യുന്ന ദിവസം കോഫി ഒഴിവാക്കുക. ഇത് നമുക്ക് കാറ്റഗറി ബിയിൽ ഉൾപ്പെടുത്താം. അടുത്ത പോയിന്റ് വർക്കിംഗ്. ഇത് നമുക്ക് ലൈഫിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പ്രക്രിയയാണ്. കാരണം ജോലിയിൽ അത്രയും ഫോക്കസ് കൊടുത്ത് ചെയ്യുമ്പോൾ ഡോപ്പമൈൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റ് കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കും. സോ വർക്കിംഗ് ഈസ് മസ്റ്റ്. ഡോപ്പമൈൻ ഡിറ്റോക്സ് ലിസ്റ്റിൽ അടുത്തതായുള്ളത് ലിസണിംഗ് പോഡ്കാസ്റ്റ്. ഇത് നമ്മൾ റീഡിംഗ് സെക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇൻ കേസ് നിങ്ങൾ കേൾക്കുന്നത് ഒരു എൻ്റർടൈനിങ് പോഡ്കാസ്റ്റ് ആണെങ്കിൽ അത് കാറ്റഗറി 2വിലും എഡ്യൂക്കേഷണൽ പോഡ്കാസ്റ്റ് ആണെങ്കിൽ കാറ്റഗറി 3യിലും ഉൾപ്പെടുത്താം. അടുത്തത് വാച്ചിങ് നോട്ടി വീഡിയോസ്. നോട്ടി ടൈപ്പ് വീഡിയോസ്, എസ്പെഷ്യലി പോൺ ടൈപ്പ് വീഡിയോസ് കാണുന്നത് ഉയർന്ന തോതിൽ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകും. മാത്രമല്ല അതിൻ്റെ എഫക്റ്റ് കൂടുതൽ നേരം നമ്മളിൽ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിനെ കാറ്റഗറി 1 അതായത് പൂർണ്ണമായും ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ ലിസ്റ്റിൽ അടുത്തതായി പ്ലാനിംഗ് ഓർ റൈറ്റിംഗ്. ഡോപ്പമൈൻ ഡിറ്റോക്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് ധാരാളം ഫ്രീ ടൈം ലഭിച്ചേക്കാം. ആ സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ആരംഭിച്ചേക്കാം. ഭാവിയെപ്പറ്റി പ്ലാൻ ചെയ്യുക എന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിന് പിന്നാലെ കുറേ സമയം കളയാതിരിക്കുകയും വേണം. ഇതിനെ കാറ്റഗറി 3ൽ ഉൾക്കൊള്ളിക്കാം. അടുത്തത് ഹോബീസ്.
മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുക, പാടുക, ഡ്രോയിങ്, ഡാൻസിങ് തുടങ്ങിയവയെല്ലാം ചെയ്യുമ്പോൾ നമ്മളിൽ ഡോപ്പമൈൻ സെക്രീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും ഒഴിവാക്കാൻ പറയാനാകില്ല. കാരണം ഇത് ചെയ്യാതിരിക്കുന്ന സമയം നമ്മൾ ഫോണിലോ ലാപ്ടോപ്പിലോ ഇത്തരം വീഡിയോസ് തിരയാൻ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് ഇതിനെ കാറ്റഗറി 3 ഉൾപ്പെടുത്താം. ഈ ലിസ്റ്റിൽ അടുത്തതായി പറയാൻ പോകുന്നത് തിങ്കിങ് എബൌട്ട് ദ പാസ്റ്റ്. ഡോപ്പമൈൻ ഡിറ്റോക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒഴിവാക്കാനാകാത്ത ഒന്നാണിത്. കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ഒരുപക്ഷെ നെഗറ്റീവായ സംഭവങ്ങളായിരിക്കും കൂടുതലായി ഓർമ്മ വരിക. അത് നിങ്ങളെ നിരാശയിൽ ആഴ്ത്തിയേക്കാം. തുടർന്ന് മോശം കാര്യങ്ങൾ ചെയ്യാനും പ്രേരിപ്പിച്ചേക്കാം. അതുകൊണ്ട് കഴിവതും പാസ്റ്റിൽ നടന്ന സന്തോഷകരമായ സംഭവങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കുക. ഇതും നമ്മൾ 3ാമത്തെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. അടുത്തത് ഡേ ഡ്രീമിംഗ്, അതായത് പകൽ സ്വപ്നം. ഡേ ഡ്രീമിങ്ങിൽ നമ്മൾ സൂപ്പർ ഹീറോ ആയി ലോകത്തെ സംരക്ഷിക്കുന്ന തരത്തിലൊക്കെ സ്വപ്നം കണ്ടേക്കാം. ഇത്തരം വ്യർത്ഥമായ ഇമാജിനേഷൻ ചെയ്യുന്നതിന് പകരം സ്വയം മോട്ടിവേഷനേകുന്ന കാര്യങ്ങൾ ആലോചിക്കാം. ഇതിനെ നമ്മൾ കാറ്റഗറി 3ലാണ് ഉൾപ്പെടുത്തുന്നത്. അടുത്തതായി ഗാംബ്ലിംഗ്. ഗാംബ്ലിങ്ങും ഏകദേശം ഗെയിമിംഗ് പോലെ തന്നെയാണ്. ഡോപ്പമൈൻ ഉയർന്ന തോതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ നമുക്കിത് കാറ്റഗറി 1ൽ ഉൾക്കൊള്ളിക്കാം. അടുത്തതായി കോൾഡ് ഷവർ. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. സ്വാഭാവികമായും ആ കൂട്ടത്തിൽ ഡോപ്പമൈനും ഉണ്ടാകും. പക്ഷെ നമ്മളെ വോൾ ഡേ ഫ്രഷ് ആക്കി വെക്കാൻ അത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നേരം കോൾഡ് ഷവർ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാകാനിടയില്ല. കോൾഡ് ഷവർ നമുക്ക് കാറ്റഗറി 3ൽ ഉൾപ്പെടുത്താം. ഈ ലിസ്റ്റിൽ അവസാനമായിട്ടുള്ളത് മെഡിറ്റേഷൻ. ഡോപ്പമൈൻ ഡിറ്റോക്സിൽ ഇരിക്കുമ്പോൾ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് മെഡിറ്റേഷൻ. നമ്മൾ ചെയ്യുന്നതിൽ ഫോക്കസ് കൂട്ടാനും സ്ട്രെസ് ഫീലിംഗ് കുറയ്ക്കാനും അൺവാണ്ടഡ് തോട്ട്സ് ഒഴിവാക്കി പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മളെ കൊണ്ടുവരാനും അത്യാവശ്യമാണ് മെഡിറ്റേഷൻ.